3 പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള 10 ഫൊറോനകളും ലക്ഷക്കണക്കിന് വിശ്വാസികളുമടങ്ങുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ ദ്വിതീയ മെത്രാനായി ഫാദർ പോളി കണ്ണൂക്കാടൻ നിയമിതനായിരിക്കുന്നു. ഏപ്രിൽ മാസം 18-ാം തീയതി മെത്രാനായി സ്ഥാനമേറ്റെടുക്കുന്ന ഫാദർ പോളി കണ്ണൂക്കാടൻ ഇരിങ്ങാലക്കുട .com അനുവദിച്ച അഭിമുഖത്തിൽ നിന്ന് കുടുംബ പശ്ചാത്തലത്തെ പറ്റിയിട്ട് ഞാൻ കുഴിക്കാട്ടിശ്ശേരി ഇടവക്കാരനാണ്. കുമ്പടിഞ്ഞാമാക്കലാണ് എൻ്റെ വീട്. കുമ്പടിഞ്ഞാമാക്കൽ ജംഗ്ഷനോട് അടുത്താണ് എൻ്റെ വീട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. എൻ്റെ ജ്യേഷ്ഠന്മാരും 2 ജ്യേഷ്ഠന്മാരും ഒരു പെങ്ങളുമാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത്. പെങ്ങൾ സിസ്റ്ററാണ്, റവറൻഡ് സിസ്റ്ററായിട്ട് ഇവിടെ ഇരിങ്ങാലക്കുട അൽവേർണിയ കോൺവെന്റിലുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കാർഷിക തലത്തിൽ വർക്ക് ചെയ്യുന്നു, വീട്ടിൽ താമസിക്കുന്നു, തറവാട്ടിൽ താമസിക്കുന്നു. 2ാമത്തെ ജ്യേഷ്ഠൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റീജിയണൽ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. ദൈവവിളിയിലേക്ക് നയിക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്. ആത്മീയമായിട്ടുള്ള ഒരു കുടുംബ ചൈതന്യമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയാലും അതുപോലെ തന്നെ എൻ്റെ മദർ ആയാലും എൻ്റെ ഫാദർ ആയാലും സഹോദരങ്ങളായാലും ഒരു കുടുംബ അന്തരീക്ഷം കുറേ കൂടെ ആത്മീയമായിട്ടുള്ളൊരു ചൈതന്യം നിലനിർത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കുകയും പള്ളിയിലെ കാര്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ എന്നെ എൻ്റെ ദൈവവിളി എനിക്ക് തിരിച്ചറിയാനായിട്ട് എനിക്ക് സഹായകരമായിട്ട്. മാതൃകാ സ്ഥാനത്ത് മാതൃകാ വ്യക്തികളായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്? വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തീഷ്ണതയാണ് എന്നെ കുറേയേറെ നയിക്കുന്നത്. എനിക്കെല്ലാം ക്രിസ്തുവിൽ നേട്ടമാണെന്നും യേശുവിന്റെ സ്നേഹത്തെ പ്രതി എനിക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലെന്നും യേശുവിന്റെ സ്നേഹത്തെ നിന്ന് ഇപ്പോഴുള്ളവയ്ക്കോ വരുവാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും എന്നെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റിയില്ലെന്നുള്ള പൗലോസ് ശ്ലീഹായുടെ തീഷ്ണമായിട്ടുള്ള ചൈതന്യം എന്നെ എപ്പോഴും എനിക്കൊരു മോഡലാണ്. അതുപോലെ തന്നെ തോമാസ് ശ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവ്, എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞിട്ട് അതിനുശേഷം ഭാരതത്തിലേക്ക് കടന്നു വരികയും ഇവിടെ യാതൊരു വിധത്തിലുള്ള പശ്ചാത്തലവും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ക്രൈസ്തവ വിശ്വാസം ഇവിടെ അങ്കുരിപ്പിക്കാനായിട്ട് അദ്ദേഹം കൊടുത്ത ധീരത ഏറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവനിയോഗത്തെ പിതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഞാൻ മെത്രാൻ പദവിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത് എന്നോട് അതിന്റെ കൺസെന്റ് ചോദിക്കുന്ന അവസരത്തിൽ ഇതൊരു ദൈവനിയോഗമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നടത്തിക്കൊള്ളും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ പ്രായത്തിൽ വലിയൊരു ഉത്തരവാദിത്വം ആണല്ലോ ഏറ്റെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ അതിന് പ്രത്യേക പ്രവർത്തന മണ്ഡലങ്ങൾ പിതാവ് നോക്കിക്കാണുന്നുണ്ട്. ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഉത്തരവാദിത്വം ഇതൊരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ഒരു അധികാരത്തിന്റെ ഉത്തരവാദിത്വമല്ല, ശുശ്രൂഷയുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് കൂടുതൽ വേദികൾ ഇതിലൂടെ കണ്ടെത്തുകയാണ്. കാരണം എൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അജഗണമാണ്, ജനങ്ങളാണ്. ഞാൻ അവരെ ശുശ്രൂഷ ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു ചെയ്തതുപോലെ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്, എൻ്റെ ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ആത്മീയമായിട്ടുള്ള നേതൃത്വമാണ്, ശുശ്രൂഷയുടെ നേതൃത്വമാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി ഈ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് എൻ്റെ ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തിട്ടായിരിക്കും. രണ്ടാമത്തേത്, യേശുവിൻ്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദരിദ്രരെയും രോഗികളെയും അതുപോലെ തന്നെ വികലാംഗരെയും മന്ദബുദ്ധികളെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തികളെയൊക്കെ സഭയുടെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമായിരുന്നു. ഞാനും എൻ്റെ 2ാമത്തെ ലക്ഷ്യമായിട്ട് കാണുന്നത് അപ്രകാരമുള്ള പാവപ്പെട്ട മനുഷ്യരെ ഉദ്ധരിക്കാനുള്ള ഒരു പരിശ്രമമാണ്. 3ാമത്തേത്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളെ കൈകോർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കൂട്ടായ്മയുടെ ചൈതന്യം വളർത്താനുള്ള ശ്രമമാണ്. എന്തെങ്കിലും ആപ്തവാക്യം പിതാവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? എത്തിയിരിക്കുന്ന ആപ്തവാക്യം
ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ അന്ത്യവിധിയുടെ ഉപമയോടനുബന്ധിച്ച് കൊടുത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്യമാണ്. ബ്ലെസ് എ ഹോം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതിലെന്താണ് പിതാവ് മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു ആശയം? ഈ മെത്രാഭിഷേകവും അതോടൊപ്പം തന്നെ ഇതുവരെയും ശുശ്രൂഷ ചെയ്ത ബിഷപ്പിന്റെ സെന്റ് ഓഫ് രൂപതയുടെ കടപ്പാട് പ്രകടമാക്കാനുള്ള അവസരമൊക്കെ ആയിട്ട് 18-ാം തീയതി തെരഞ്ഞെടുത്തപ്പോൾ അതിന്റെ ഒരു ആത്മീയ സംഗമമാണ് അത്. അതോടൊപ്പം തന്നെ സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരു വലിയ അവസരവും കൂടിയാണ്. അതൊരു തുടക്കം കുറിക്കുകയാണ്. ഇതുപോലെയുള്ള സംഗമങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു വേദികളും കൂടെ ആകണം. അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും. രൂപതയിലായാലും സമൂഹത്തിലായാലും കല്യാണം, മറ്റിതര ജന്മദിനാഘോഷങ്ങൾ, മാമോദീസ, മറ്റിതര ആഘോഷങ്ങൾ, ഇതൊക്കെ സാമൂഹ്യമായിട്ടുള്ള ഒരു സംഗമത്തിന്റെ വേദിയാകുന്നതോടൊപ്പം തന്നെ വേദനിക്കുന്നവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അവരെയൊക്കെ ഉദ്ധരിക്കാനുള്ള ഒരു വേദിയും കൂടെ ആകണം. സമുദായ സമൂഹത്തിലും വൈദിക സമൂഹത്തിലും യുവാക്കളാണ് കൂടുതലെന്ന് ഉള്ളത്. അപ്പൊ ആ യുവാക്കളെ ഈ സജീവമാക്കി കൊണ്ടുവരുന്നതിനും അവരുടെ എനർജീനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനും എന്തെങ്കിലും കർമ്മ പദ്ധതികൾ പിതാവ് കാണുന്നുണ്ടോ? യുവാക്കള് എപ്പോഴും സഭയുടെ സ്വത്താണ്. വരും തലമുറയുടെ വലിയ നാന്ദികളാണ് യുവാക്കള്. അപ്പൊ യുവാക്കൾ എപ്പോഴും സഭയോടൊപ്പം ഉണ്ടാകണം. സഭയോടൊപ്പം ഉണ്ടെങ്കിൽ സഭ യങ്ങായിട്ട് യുവ സഭയായിട്ട് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് യുവാക്കളെ കഴിയാവുന്നിടത്തോളം ഈ സഭാ ദർശനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ പലപ്പോഴും സഭയിൽ നിന്ന് പോകുന്ന മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് പോകുന്നത് സഭയുടെ ദർശനങ്ങളോ കാഴ്ചപ്പാടുകളോ മനോഭാവങ്ങളോ കാണാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളിൽ നിന്ന് കാണുന്ന കോൺട്രഡിക്ഷൻസ് യുവാക്കളെ അകറ്റാനായിട്ടും ഇടയാകുന്നു. റോൾ മോഡൽസിന്റെ കുറവും യുവാക്കളെ അകറ്റാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ ഒരു യൂത്ത് സെന്റർ രൂപതയ്ക്ക് വേണ്ടി തുടങ്ങാനുള്ള പദ്ധതി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ യൂത്തിന് ഇപ്പൊ സംഘടനകളുണ്ട്, CYM, CLC, ജീസസ് യൂത്ത്, CML ഇങ്ങനെ തുടങ്ങിയിട്ട് അതിൽ പെടാതെ നല്ലൊരു ശതമാനം യൂത്തുണ്ട്. അവരെയും കൂടെ സഭയിലേക്ക് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് കൂടുതൽ ആകർഷിച്ചു കൊണ്ടുവരികയും അങ്ങനെ യൂത്തിന്റെ നല്ലൊരു ശക്തി സഭയുടെ വളർച്ചയിൽ കൂടെ നിൽക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. ഇതുവരെ പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തന മേഖല ഏതാണ്? എന്റെ പ്രവർത്തന മേഖലകളിൽ എല്ലായിടത്തും എനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രൂപതയുടെ ജൂബിലി വർഷത്തിലെ കൺവീനറായിട്ടും അതുപോലെ തന്നെ സുവിശേഷവൽക്കരണത്തിന്റെ കൺവീനറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ മതബോധനത്തിന്റെ ഡയറക്ടറായിരിക്കുമ്പോഴാണ് രൂപതയിലുള്ള 146 യൂണിറ്റുകൾ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഒരു മതാധ്യാപകരെ ഒട്ടുമിക്കവരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, കുട്ടികളെയും കുറേയേറെ അറിയാം. അത് വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഡയറക്ടറായിരിക്കുന്ന ജസ്റ്റിസ് ഫോറം, അതുപോലെ തന്നെ ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ പ്രത്യാശ, ഇത് രണ്ടും ഞാൻ കൊറ്റനിലൊരു വികാരിയായിരിക്കുമ്പോഴാണ് രൂപതയുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്നത്. ഞാനാണ് അതിന്റെ ഫൗണ്ടിങ് ഡയറക്ടർ ആവുന്നത്. അതെനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുണ്ട്. കാരണം കോടതിക്കകത്ത് കുറേ നാളുകളായിട്ട് സെറ്റിൽഡ് ആവാത്ത കേസുകൾ കോടതിക്ക് പുറത്ത് അനുരഞ്ജനത്തിന്റെ പാതയിൽ സെറ്റിൽഡാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കുറേയേറെ പാവപ്പെട്ടവരുടെ ഉണ്ട്, മറ്റ് പണക്കാരുടെ ഉണ്ട്, പല ടൈപ്പിലുള്ള കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതിർത്തി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ചിട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തലത്തിലുള്ള പ്രശ്നങ്ങൾ. അത് ഈ ഇരിങ്ങാലക്കുടയുള്ള സീനിയർ അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, ചില പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ബാങ്ക് മാനേജേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ പേര് ഈ കാര്യത്തിൽ കൂട്ടായിട്ടുള്ള സഹകരണം കാഴ്ചവെച്ചുകൊണ്ട് കുറേയേറെ കേസുകൾ സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ സെന്റർ പ്രത്യാശ എന്ന പേരിൽ ആരംഭിച്ചത്. അവിടെയും വോളണ്ടിയേഴ്സ്
വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറേ പേർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നും എൻ്റെ മനസ്സിൽ ഏറെ സംതൃപ്തി നൽകുന്നു.